പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചാന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കാണും. അതായത് രേണുസുതി യൂട്യൂബിലിട്ട ഒരു വീഡിയോ ആണ് ഇന്നലെ വൈകുന്നേരം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പോൾ എങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലിരിക്കുന്ന രേണുസുതി എങ്ങനെ ബിഗ് ബോസിലെത്തി എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട ഒരു വീഡിയോ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങിച്ച് വെക്കുന്നതിന് മുമ്പ്, അതായത് ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നത്, എല്ലാവരും തന്നെ ഈ ഒരു ഹൗസിനുള്ളിലേക്ക് കയറാൻ പോകുന്നത് ഇന്നാണ്, അതായത് ശനിയാഴ്ച. ഇന്നലെ ഇവരുടെ സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് എല്ലാവരും ആ ഹൗസിനുള്ളിലേക്ക് കയറുക. അപ്പോൾ ഈ കയറുന്നതിന് മുമ്പ് എന്തായാലും ഫോൺ വാങ്ങിച്ച് വെക്കും. പിന്നെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ രേണുസുതിയുടെ അക്കൗണ്ടിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ഫോൺ മറ്റാരെങ്കിലും ഉപയോഗിക്കണം, ആ ഒരു ആക്സസ് ആർക്കെങ്കിലും കൊടുത്തു കാണണം, എന്നാൽ മാത്രമേ ഇതേപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. എന്തായാലും 100% ഷുവറാണ് രേണുസുതി ബിഗ് ബോസിന് അകത്തുണ്ട്, ഒരു മെയിൻ കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ ഡേ 1 മുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുതിയെ പറ്റി. അതായത് എല്ലാവരും നെഗറ്റീവായിട്ട് എന്തിനാണ് രേണുസുതിയെ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ ഒന്നും തന്നെ രേണുസുതിയെ കുറ്റമായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വളരെ എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ആ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഒക്കെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഈ നെഗറ്റീവായിട്ട് ഇടുന്നവരുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെയാണ് രേണുവിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാനിട്ട ആ ഒരു വീഡിയോയുടെ അടിയിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സീസണിലെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് രേണുസുതി. ഈ ഒരു സീസണിൽ ഒരു 50-70 ദിവസം വരെ പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് പുറത്തു വരാൻ പോകുന്നത് ഈ രേണുസുതിയുടെ പേരിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് പോസിറ്റീവായിട്ടായിരിക്കില്ല, കൂടുതലും ഈ നെഗറ്റീവായിട്ടായിരിക്കും ഈ ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വിടാനുള്ള സാധ്യത ഉള്ളത്. കാരണം അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ ജാസ്മിനും ഉണ്ടായ ഒരു അനുഭവം. ആ ഒരു നെഗറ്റീവിനാണ് ഇവിടെ ബിസിനസ് സാധ്യത കൂടുതൽ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ വരുള്ളൂ. എന്തായാലും രേണുസുതി ഈ ബിഗ് ബോസിനകത്ത് ഫസ്റ്റ് ഡേ മുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഷെഡ്യൂൾ ചെയ്തിട്ടത് അല്ലെങ്കിൽ മുമ്പ്, അതായത് ഒരു ചർച്ചാ വിഷയം, ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇട്ടതായിരിക്കും. രേണുസുതിയുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് അത് രേണുസുതിയുടെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ അത് പോയി നോക്കാം. കാരണം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം ഇല്ല, ഇന്നലെ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രേണുസുതി ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ട് ഒരു മെയിൻ കണ്ടസ്റ്റന്റ് ആയിട്ട്. നന്നായിട്ട് കളിക്കട്ടെ. നന്നായിട്ട് കളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. വിമർശിക്കേണ്ടത് വിമർശിക്കും, നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എന്താണോ രേണുസുതിയുടെ ഗെയിം കണ്ടിട്ട് തോന്നുന്നത്, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു വീഡിയോസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബിഗ് ബോസിൽ എന്താണോ രേണുസുതി, എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ഷോയിൽ രേണുസുതിയുടെ ഗെയിം കാണുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ, ജെന്യൂനായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം.